രാജസ്ഥാനിലെയും യുപിയിലെയും തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറഞ്ഞ ചില പരാമർശങ്ങളിലെ വാസ്തവം തിരയുകയാണ് ഇവിടെ. മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരാണ്. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണെന്ന ആക്ഷേപം നരേന്ദ്രമോദി ഇതാദ്യമല്ല പറയുന്നത്. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം മുസ്ലിങ്ങൾ പാർത്തിരുന്ന ക്യാമ്പുകളെക്കുറിച്ച് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പറഞ്ഞ വാക്കുകൾ വിവാദമായിരുന്നു. ഗുജറാത്ത് ഗൗരവ് യാത്രയ്ക്കിടെ മെഹ്സാന ജില്ലയിലെ ബെച്ചാർജിയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു പരാമർശം. ഞങ്ങൾ എന്തു വേണം? അവർക്ക് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തണോ? കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ തുടങ്ങണോ? ചില ആളുകൾക്ക് നമ്മൾ 5 നമുക്ക് 25 എന്നാണ് കണക്ക്, മോദി പ്രസംഗിച്ചു. കോൺഗ്രസ് വന്നാൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് സ്വത്ത് വീതിച്ചു നൽകും എന്നായിരുന്നു മോദിയുടെ ഇത്തവണത്തെ വാക്കുകൾ. कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे. മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നവരാണെന്ന അധിക്ഷേപത്തിന് കണക്കുകളുടെ പിൻബലമുണ്ട്. നോക്കാം. 1951 ആദ്യ സെൻസസിൽ രാജ്യത്തെ ജനസംഖ്യയുടെ 84.98% ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ 9.91%. 2011 സെൻസസിൽ ഹിന്ദുക്കൾ 79.80%, മുസ്ലിങ്ങൾ 14.23%. 1951 2011 ഇടയ്ക്ക് മുസ്ലിം ജനസംഖ്യയിലെ വർധന നിരക്ക് 386.37 ആണ്. ഇതേ കാലത്തെ ഹിന്ദു ജനസംഖ്യയിലെ വർധന നിരക്ക് 218.29. ഹിന്ദു നിരക്കിനേക്കാൾ കൂടുതലാണ് മുസ്ലിം ജനസംഖ്യാ വർധന നിരക്ക്. ഈ കണക്കാണ് ജനസംഖ്യാ ജിഹാദ് വാദങ്ങളുടെ പ്രധാന അടിത്തറ. സെൻസസ് കണക്കുകൾ തന്നെ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. മുസ്ലിങ്ങളുടെ ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളുടെയും ജനസംഖ്യാ വർധന നിരക്ക് ഓരോ സെൻസസ് കഴിയുന്തോറും കുറയുകയാണ്. അവസാന 2 സെൻസസുകൾ അനുസരിച്ച് ഹിന്ദു ജനസംഖ്യാ വർധന നിരക്ക് 20.35 നിന്ന് 16.76 താഴ്ന്നപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇടിവ് 36.02 നിന്ന് 24.65 ഹിന്ദു നിരക്കിലെ കുറവ് 3.59 ആണെങ്കിൽ മുസ്ലിം നിരക്കിലെ കുറവ് 11.37. അതായത് ഹിന്ദുക്കളെക്കാൾ മുസ്ലിങ്ങളിൽ ജനസംഖ്യാ വർധന കുറയുന്നത് കൂടിയ നിരക്കിലാണ്. ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗം മുസ്ലിം സമുദായങ്ങളിൽ കൂടുന്നതായും കണക്കുകൾ കാണിക്കുന്നുണ്ട്. ഇനി ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ പ്രത്യുൽപാദന നിരക്ക് നോക്കാം. ഒരു സ്ത്രീ ജന്മം നൽകുന്ന ആകെ കുട്ടികളുടെ ശരാശരി എണ്ണമാണ് പ്രത്യുൽപാദന നിരക്ക്. പ്രത്യുൽപാദന നിരക്കും എല്ലാ മതങ്ങളിലും കുറയുകയാണ്. 1998-99 വർഷത്തെ കണക്കും 2019-21 കണക്കും താരതമ്യം ചെയ്താൽ ഹിന്ദു പ്രത്യുൽപാദന നിരക്ക് 2.78 നിന്ന് 1.94 കുറഞ്ഞപ്പോൾ മുസ്ലിം പ്രത്യുൽപാദന നിരക്ക് 3.59 നിന്ന് 2.36 താണു. ഇവിടെയും ഹിന്ദു നിരക്കിനേക്കാൾ കൂടിയ നിലയിലാണ് മുസ്ലിം നിരക്ക് താഴുന്നത്. ചുരുക്കത്തിൽ മതമല്ല ജനസംഖ്യയും ജനസംഖ്യാ നിരക്കും നിശ്ചയിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ ജമ്മു കശ്മീരിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കുറഞ്ഞ പ്രത്യുൽപാദന നിരക്ക് തന്നെ ഇതിനുദാഹരണം. വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക സ്ഥിതിയുമാണ് കുടുംബ വലിപ്പവും കുട്ടികളുടെ എണ്ണവും പൊതുവിൽ തീരുമാനിക്കുന്നത്. ഒരു ദരിദ്ര കുടുംബത്തിന് അധികമായൊരു കുട്ടിയെന്നാൽ അധിക വരുമാനമാണെന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ട്. കുട്ടി നേരത്തെ ജോലിയെടുത്ത് തുടങ്ങി കുടുംബത്തിന് സഹായം ചെയ്യും എന്നായിരുന്നു ചിന്ത. ശിശുമരണങ്ങൾ പതിവായിരുന്ന കാലത്ത് കൂടുതൽ കുട്ടികൾ ഉണ്ടായാലേ കുറച്ചെണ്ണത്തിനെ രക്ഷിച്ചെടുക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ മാറുന്നതനുസരിച്ച് ഈ നിലയിലും മാറ്റമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീട്ടിലെ 6 മക്കളിൽ മൂന്നാമനാണ്. 5 സഹോദരങ്ങൾ ഉണ്ടായതിൽ മോദിയുടെ മതമല്ല കാരണം. പുതിയ കാലത്തും കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾ ഉണ്ടാകാം. BJPയുടെ സ്ഥാനാർത്ഥികളായി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുന്ന നടന്മാർ കൂടിയായ സുരേഷ് ഗോപിക്കും കൃഷ്ണകുമാറിനും 4 മക്കൾ വീതമാണ്. മതമല്ല, അവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് അവിടെ കാരണം. मुस्लिमों का देश के संसाधनों पर पहला हक है, ये मनमोहन जी का बयान है. മുസ്ലിങ്ങൾ രാജ്യവിഭവങ്ങളുടെ ആദ്യ അവകാശികളെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. എന്താണ് 2006 ദേശീയ വികസന സമിതി യോഗത്തിൽ സിംഗ് പറഞ്ഞത്? मनमोहन सिंह जी ने भाषण किया था और उस सभा में मैं मौजूद था मुख्यमंत्री के नाते. അന്ന് തന്നെ വിവാദം ഉയരുകയും PMO വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. മൻമോഹൻ സിംഗ് പറഞ്ഞത് എല്ലാ ദുർബല വിഭാഗങ്ങളെയും കുറിച്ചാണ്.
പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് രാജ്യത്തിന്റെ നേട്ടങ്ങളുടെ ഫലം കിട്ടണം എന്നാണ് സിംഗ് ഉദ്ദേശിച്ചത് എന്നായിരുന്നു വിശദീകരണം. എങ്കിൽ എന്തുകൊണ്ട് മൻമോഹൻ സിംഗ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു? എങ്ങനെ മുസ്ലിങ്ങൾ ദുർബല വിഭാഗത്തിൽപ്പെട്ടു? അവരുടെ പിന്നോക്കാവസ്ഥ കൊണ്ട് തന്നെ. മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിന് ഒരു മാസം മുൻപ്, അതായത് 2006 നവംബറിലാണ് മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയമിച്ച സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. ഇപ്പോഴും തുടരുന്ന പിന്നാക്കാവസ്ഥയുടെ ചില കണക്കുകൾ നോക്കാം. നാഷണൽ സാമ്പിൾ സർവേ ഡാറ്റ അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ പ്രതിശീർഷ മാസ ചെലവ് ഇങ്ങനെ: ഹിന്ദു 2106 രൂപ, മുസ്ലിം 1172 രൂപ. നിരക്ഷരത ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിലാണ്. സ്കൂളിൽ പോകാത്ത കുട്ടികളുടെ എണ്ണം മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് മുസ്ലിങ്ങളിൽ കൂടുതലാണ്. 12ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികളിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ എണ്ണം കുറവാണ്. 2017-18 നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം 100 മുസ്ലിം കുട്ടികളിൽ 85 പേരാണ് സ്കൂളിലെത്തുന്നത്. SC വിഭാഗത്തിൽ ഇത് 90-ഉം ST വിഭാഗത്തിൽ 87-ഉമാണ് എന്നോർക്കണം. 2020-21 വർഷത്തിൽ സർവകലാശാലകളിലെ 4,13,00,000 വിദ്യാർത്ഥികളിൽ 4.65% മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 500 കമ്പനികളിൽ 500 കമ്പനികളിൽ 2.67% മാത്രമാണ് മുസ്ലിങ്ങളുടേതായുള്ളത്. രാജ്യത്തെ പോലീസ് സേനയിൽ 4% താഴെ മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യം. രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ 14.2% ആണെന്ന് ഓർമ്മ വേണം. उन्होंने जो SC ST से छीन करके मुस्लिम कोटा निकाला था उसको हमने खत्म कर दिया. പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിലെ മറ്റൊരു വാദമാണ് SC ST OBC വിഭാഗങ്ങളിലെ സംവരണം കുറച്ചുകൊണ്ട് അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നത്. ആന്ധ്രാപ്രദേശിൽ 5% മുസ്ലിം സംവരണത്തിന് നടത്തിയ നീക്കം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നുവെന്നും രാജ്യം മുഴുവൻ നടപ്പാക്കാനായിരുന്നു പ്ലാൻ എന്നും അദ്ദേഹം പറഞ്ഞു. SC ST വിഭാഗത്തിൽ നിന്ന് കവർന്നെടുത്ത് മറ്റാർക്കെങ്കിലും സംവരണം നടത്താൻ ഒരു സർക്കാരും ഇന്ത്യയിൽ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആന്ധ്രയിൽ പിന്നാക്ക മുസ്ലിം വിഭാഗത്തിന് സംവരണം എന്ന ആവശ്യം 1960-കൾ മുതലുണ്ടായിരുന്നു. 1994-ൽ കോൺഗ്രസ് മുഖ്യമന്ത്രി K. വിജയഭാസ്കർ റെഡ്ഡി ചില മുസ്ലിം വിഭാഗങ്ങളെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയെങ്കിലും നടപ്പായില്ല. പ്രശ്നം പഠിക്കാൻ ജസ്റ്റിസ് പുട്ടുസ്വാമി കമ്മീഷനെ നിയമിച്ചു. പിന്നീട് മുഖ്യമന്ത്രിയായ TDPയുടെ ചന്ദ്രബാബു നായിഡു ഇതിൽ നടപടിയെടുത്തില്ല. തുടർന്ന് ഭരണത്തിലെത്തിയ YS രാജശേഖർ റെഡ്ഡിയാണ് 2004 ജൂലൈയിൽ 5% സംവരണം മുസ്ലിം വിഭാഗത്തിന് നൽകിയത്. OBC ലിസ്റ്റിൽ പ്രത്യേക സെക്ഷൻ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്. ഇതിന് നിലവിൽ നൽകിയിരുന്ന സംവരണത്തിൽ മാറ്റം വരുത്തിയില്ല. അതോടെ സംസ്ഥാനത്തെ ആകെ സംവരണം 51%. ആകെ സംവരണം 50% കടന്നതിനെ തുടർന്ന് ഹൈക്കോടതി ഈ ഉത്തരവ് റദ്ദാക്കി. തുടർന്നും കോൺഗ്രസ് സർക്കാർ സംവരണത്തിന് ശ്രമിച്ചെങ്കിലും നിയമക്കുരുക്കിൽപ്പെട്ടു. മതാടിസ്ഥാനത്തിലല്ല, മറിച്ച് മുസ്ലിം വിഭാഗത്തിലെ ചില പിന്നാക്ക വിഭാഗങ്ങൾക്ക് മാത്രമാണ് സംവരണം നൽകാൻ ശ്രമിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. തെരഞ്ഞെടുപ്പാണ്, ജയിക്കാനുള്ള തന്ത്രങ്ങൾ വേണം. പക്ഷേ വസ്തുതകളോട് ബന്ധമില്ലാത്ത വെറുപ്പിന്റെ വിത്തുകൾ പാകുന്ന പ്രചാരണങ്ങൾ തന്ത്രങ്ങളാകരുത്. ജനാധിപത്യവും ജനജീവിതവും തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാലും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാനുള്ളതാണ്.